നമസ്കാരം. ഞാൻ ഷാഫി. ഞാൻ ഷബീർ. ഞങ്ങള് പ്രാദേശിക സഞ്ചാരത്തിന്റെ അടുത്ത ട്രിപ്പ് 27ാമത്തെ ട്രെക്കിംഗ് ആണ്. ചെന്തുരണി വന്യജീവി സങ്കേതത്തിലെ ഇരുമുഴങ്ങം പാറയിലേക്ക് നാളെ ട്രെക്കിംഗ് ചെയ്യാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തെന്മലയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയുടെ സുഖം എന്താ അറിയോ? ഈ മഴയും ചാറൽ മഴയായിട്ടുള്ളൊരു കാഴ്ച, ചൂടില്ല, നല്ലൊരു തണുത്ത ക്ലൈമറ്റിലുള്ള യാത്ര. നമ്മളിപ്പോൾ ചെന്തുരണി വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഓഫീസിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ താമസിക്കുന്നത് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ മയൂരം എന്ന ഡോർമെട്രിയിലാണ്. നല്ല സൗകര്യമുള്ള AC ഫെസിലിറ്റിയുള്ള ഡോർമെട്രിയാണ് ഈ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതെ, നമ്മളെ വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് തെന്മല ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. കല്ലട ഡാം എന്നാണ് ശരിക്കുള്ള പേരെങ്കിലും തെന്മല ഡാം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പ്രാദേശിക സഞ്ചാരത്തിൻ്റെ 27ാമത്തെ ക്യാമ്പാണ് നമ്മളിന്നിവിടെ തെന്മല എക്കോ ടൂറിസത്തിൽ സംഘടിപ്പിക്കുന്നത്. ഇടിമുഴങ്ങാമ്പാറ ട്രെക്കിംഗ് നമ്മളൊരു സ്വപ്നമാണ്. ഒരുപാട് എന്താ പറയുക, റിസ്ക് എടുത്തിട്ട് കിട്ടിയൊരു ട്രെക്കിംഗ് ആണ്. കുറഞ്ഞ ആളുകൾക്ക് മാത്രം 15 പേരേ ഉള്ളൂ. സാധാരണ എല്ലാവർക്കും അറിയാം 30-25 ആണ് സാധാരണ പോകാറ്. എൻ്റെ പേര് ബിന്ദു, വീട് ചാലക്കുടി അടുത്താണ്. എൻ്റെ പേര് ഹിമജ. ഐ എം ഫ്രം വിശാഖപട്ടണം ആക്ച്വലി. ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് കമൽ, സ്വദേശം തിരുവനന്തപുരമാണ്. ശിവദാസാണ്, പാലക്കാട്ടുകാരനാണ്, ഒറ്റപ്പാലാണ് സ്വദേശം. തിലകൻ, വീട് തൃശ്ശൂര് നടത്തറ. എൻ്റെ പേര് ജോഷി ബാലകൃഷ്ണൻ, വീട് കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്താണ്. എൻ്റെ പേര് ഷിഹാബ്, ഞാൻ പൂനെയിൽ ഒരു IT കമ്പനിയിൽ ക്യാപ്ജമിനി എന്ന് പറഞ്ഞൊരു IT കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. പേര് ലിസൺ, എൻ്റേതൊരു 5ാമത്തെ ട്രക്കിംഗ് ആണ്. എൻ്റെ പേര് ശാലിനി, തൃശ്ശൂരിൽ നിന്നാണ്. ബിന്ദുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി. ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ പേര് ജോസഫ്. എൻ്റെ പേര് ഗോഡ്കർ എന്ന പേര്. ഞാൻ സ്വദേശം കൊല്ലം കരുനാഗപ്പള്ളി. വക്കീലാണ്, അതുകൊണ്ട് ശബ്ദം നാച്ചുറലി കുറച്ച് കാര്യമാണ് ഇതിൻ്റെ ആവശ്യം. എൻ്റെ പേര് ഷാഫി, തൃശ്ശൂര് ചൂണ്ടലാണ് വീട്. പ്രാദേശിക സഞ്ചാരം എന്ന ഒരു ആശയം വന്നത് ഒരു 2 വർഷത്തോളമായിട്ടുള്ളൂ. നമുക്കറിയാം, കാട്, അതിനപ്പുറത്ത് കേരളത്തിൻ്റെ ഏറെ ഒരുപാട് സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കേരളം ഒന്ന് കാണുക, അല്ലെങ്കിൽ കാടുകൾ ഒന്ന് കാര്യമായിട്ട് കാണുക എന്നുള്ള ഒരു ആശയം വന്നപ്പോഴാണ് പ്രാദേശിക സഞ്ചാരം എന്ന രീതിയിൽ ഈ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ മാറി. അത്താഴത്തിന് ശേഷം ഔപചാരിക പരിചയപ്പെടലും അതിനുശേഷം നമ്മുടെ പ്രധാന വിനോദമായ അന്താക്ഷരിയിലേക്ക് എല്ലാവരും പ്രവേശിച്ചു. രാവിലെ 7:30 മണിയോടുകൂടി പ്രഭാത ഭക്ഷണം തയ്യാറായിരുന്നു. നല്ല ചൂടുള്ള സാമ്പാറും ഇഡ്ഡലിയുമായിരുന്നു പ്രഭാത ഭക്ഷണത്തിന്. അത് കഴിഞ്ഞ് ട്രെക്കിംഗ് ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പ്രഭാത ഭക്ഷണത്തിന് ശേഷം നമ്മുടെ ഗോഡ്കർ ബായിയുടെ 22ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് നമ്മളൊരു കേക്ക് കട്ട് ചെയ്തു. ഇരുമുഴങ്ങമ്പാറയിലേക്കല്ല നമ്മൾ പോകുന്നത്, വേറൊരു സ്ഥലത്തേക്കാണ്. ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തത്. പോലെ പറയാണ്, നമ്മൾ സംസാരം അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ നിയന്ത്രിക്കണം. കാടിനുള്ളിൽ കയറുമ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അത് കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മൾ തയ്യാറാവണം. കാര്യങ്ങൾ പറയാൻ വേണ്ടി സംസാറ് ആണ് ഇവിടുത്തെ
നമ്മളെ ഫോറസ്റ്റർ ഈ ഇതിൻ്റെ ചാർജുള്ള ആളാണ് സാറ്. നമസ്കാരം, എൻ്റെ പേര് ശ്യാം എന്നാണ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെന്തുരുണി എക്കോ ടൂറിസത്തിലാണ്. അതായത് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. ചെങ്കുറിഞ്ഞി മരങ്ങളുടെ പേര് കൊണ്ടാണ് ഇതിന് ചെന്തുരുണി എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ഇവിടെ ഒരു ഡാമുണ്ട്, കല്ലട ഡാം അല്ലെങ്കിൽ പരപ്പാർ ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. 3 ആറുകൾ ചേരുന്നതാണത്. അതായത് കഴുതുരുട്ടിയാറ്, നമ്മുടെ പാലരുവി വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന കഴുതുരുട്ടിയാറ്, അതേപോലെ തന്നെ കുളത്തൂപ്പുഴയാറ്, പിന്നീട് ചെന്തുരുണിയാറ് എന്ന് പറയുന്ന ഉമയാറ്, അങ്ങനെ കുറേ തോടുകൾ ചേരുന്ന നമ്മുടെ ചെന്തുരുണിയാറ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ആറുകൾ ചേർന്നാണ് കല്ലടയാറായിട്ട് താഴോട്ട് ഒഴുകുന്നത്. അതിൻ്റെ ഉത്ഭവസ്ഥാനത്താണ് നമ്മൾ കല്ലട ഡാം കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ വൃഷ്ടിപ്രദേശത്തേക്കാണ് നമ്മൾ ട്രക്കിങ്ങിനായിട്ട് പോകുന്നത്. നമുക്കിന്ന് പോകേണ്ടിയിരുന്നത് ഇടിമുഴങ്ങാമ്പാറ എന്ന് പറഞ്ഞൊരു 6 മണിക്കൂർ ട്രക്കിംഗ് ആണ് നിങ്ങൾ നേരത്തെ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം തന്നെ കഴുതുരുട്ടിയാറ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ മഴ കാരണം കഴുതുരുട്ടിയാറിൽ വെള്ളം കൂടുതലുണ്ട്. ആ വെള്ളം കൂടുതലുണ്ട്. പിന്നീട് ഇന്നത്തെ വെതർ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മണിക്കൂറുകളിൽ ഇപ്പോൾ മഴ പറയുന്നുണ്ട്. ഇന്നലെയും നമുക്ക് റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. ഒരുവിധപ്പെട്ട എക്കോ ടൂറിസം സ്പോട്ടുകളെല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. കാരണം നമുക്ക് ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്ക് പൊന്മുടിയും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലും ഒക്കെയുള്ള പിന്നെ നിങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് സ്റ്റേ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിന്ന് വലിയ റിസ്ക് ഇല്ലാത്ത, അതായത് ഇപ്പോൾ ഒത്തിരി അനിമലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതേപോലുള്ള ഈ റിവർ ക്രോസിങ്ങോ ഒന്നും വരാത്ത ഒരു 3 അവർ ട്രെക്കിംഗ് ആണ് നമ്മളിന്ന് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഏണിപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹില്ല് ചുറ്റി വരുന്ന ഒരു ട്രക്ക് പാത്ത് ഉണ്ട്. മാക്സിമം നിങ്ങളെ ഒന്ന് കവർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഗൈഡ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2 ഗൈഡ്സാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. ഒന്ന് രമേശ്, അതേപോലെ തന്നെ സുമേഷ് എന്ന് പറയുന്ന 2 ഗൈഡ്സ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ട്രക്കിങ്ങിന് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ച് തരേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും അത്യാവശ്യം കാട്ടിൽ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, പ്ലാസ്റ്റിക് ഇടരുത്, അതേപോലെ തന്നെ അധികം ഉച്ചത്തിൽ സംസാരിക്കരുത്, പിന്നീട് ഗൈഡ്സിൻ്റെ എല്ലാ നിർദ്ദേശങ്ങൾ പാലിക്കണം. പ്രത്യേകിച്ച് ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി ട്രക്കിംഗ് തുടരാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം തിരിച്ചിറങ്ങാനായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലെ ഇടിമുഴങ്ങാൻ പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ച് വന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങളുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇന്ന് പ്രതീക്ഷിച്ച പോലെ നമ്മളെ ട്രക്കിങ് നടന്നില്ല, മാറ്റിവെക്കപ്പെട്ടു. കാരണം കാലാവസ്ഥ വലിയൊരു വിഷയമാണ്. റെഡ് അലർട്ടാണ് പല സ്ഥലത്തും. പൊന്മുടി, മുന്നാർ ഭാഗത്തൊക്കെ എല്ലാ ട്രക്കിങ്ങും മറ്റ് ആക്ടിവിറ്റീസൊക്കെ നിർത്തിവെച്ചു. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. 3 മണിക്കൂർ ട്രക്കിങ് പറയുന്നതിൽ ഒരു 3 മണിക്കൂർ നമുക്ക് തിരിച്ച് ഇറങ്ങി വരാം. നമ്മളെ ചെന്തുരുണിയുടെ ട്രക്കിങ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ചെങ്കോട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പഴയ കാലത്തെ റോഡാണ്. ഡാം വരുന്നതിന് മുമ്പുള്ള ഒരു റോഡാണ്. പഴയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു റോഡാണ്. ഇപ്പോൾ ഇത് പൂർണ്ണമായും ഡാമിൻ്റെ അടിയിലാണ്. ഏണിപ്പാറയിലേക്കാണ് നമ്മൾ ഈ ട്രക്കിങ് നടത്തുന്നത്. നല്ല കുത്തനുള്ള കയറ്റങ്ങളുണ്ട്. രമേശ്, സുമേഷ് 2 ഗൈഡുമാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാനൊരു വിശാഖപട്ടണംകാരിയാണ്. ഞങ്ങൾക്ക് ലാർജ്ലി ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ട്രെക്കിംഗ് പോലെ അങ്ങനെ സാധനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഞാനുന്ന സമയം ഞാനൊരു 10 വർഷമായി വിട്ടിട്ട് വിശാഖപട്ടണം.
ഏകദേശം 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പത്തിപ്പാറയിലെത്തി. അവിടെ സമയം ചെലവിട്ടതിന് ശേഷം ഇനി തെന്മല ഡാം വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഏണിപ്പാറയിലാണ് എത്തിയിട്ടുള്ളത്. പത്തിപ്പാറയിൽ നിന്ന് കയറി തെന്മല ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണുന്ന ഏണിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം വന്നിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നല്ല ഡാം വ്യൂ ഉണ്ട്. നമ്മുടെ തെന്മല ഡാമിൻ്റെ പ്രദേശങ്ങളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇനി ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഈ പത്തിപ്പാറയുടെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് പോകാനുണ്ട്. നമ്മുടെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് യാത്രയിലാണ്. നമ്മുടെ മധുര ഗുരുവായൂർ ട്രെയിൻ ഇവിടെ തെന്മല സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിതാ അതിൽ കയറാനുള്ള പരിപാടിയിലാണ്. നമ്മളിതാ ട്രെയിനിൽ കയറി തിരിച്ചുള്ള യാത്രയിലാണ്. തിരിച്ച് യാത്രയിലും ഏകദേശം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും ഈ ട്രെയിനിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരുപാട് നല്ല പ്രകൃതി സൗന്ദര്യവും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. ബക്കറ്റ് ബിരിയാണി തുറക്കണമെന്ന് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും. നമ്മളൊന്നും മോശമല്ല, ആരും മോശമല്ല. തുറന്നു കിട്ടിയിട്ടില്ല. വേറൊരാളവിടെ ഉണ്ട്. സീറ്റ് പോകുന്ന വെച്ചിട്ടാണ് ഇവിടെ വരാത്തത്. ഓക്കെ, തുറക്കുന്നുണ്ട്. നമ്മുടെ ചെന്തുരണി വന്യജീവി സങ്കേതത്തിനുള്ളിലെ തിരുമുഴങ്ങമ്പാറ ട്രെക്കിങ്ങിനായിട്ടാണ് നമ്മൾ പോയതെങ്കിലും നമുക്ക് അത് നടന്നില്ല. പക്ഷെ ഒരു മനോഹരമായ മറ്റൊരു നല്ല ഒരു ട്രെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇത് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാദേശിക സഞ്ചാരത്തിൻ്റെ 27ാമത്തെ പരിപാടിയായിരുന്നു ഇത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കരിമ്പുഴ ട്രെക്കിങ്ങും അതുപോലെ ആദിവട്ടാരൻ ട്രെക്കിങ്ങും അടക്കമുള്ള മുത്തങ്ങ ക്യാമ്പ് അടക്കമുള്ള ക്യാമ്പുകൾ അടുത്ത ആഴ്ചകളിലും അതുപോലെ മാസങ്ങളിലുമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുമുഴങ്ങമ്പാറ എന്ന് പറയുന്ന ചെന്തുരണി വന്യജീവി സങ്കേതത്തിനുള്ളിലെ അതിമനോഹരമായ ആ ഹാർഡ് ട്രെക്കിങ് അത് ഇപ്പോൾ നമുക്ക് നടന്നിട്ടില്ലെങ്കിലും നമ്മുടെ ഒക്കെ തന്നെ ഏറ്റവും പ്രതീക്ഷയും സ്വപ്നവും ഒക്കെയാണ്. അത് ആ ട്രെക്കിങ്ങിന് വേണ്ടി തീർച്ചയായും അതിന് പറ്റാവുന്ന ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് നമ്മൾ വരും. ആ വരുന്നത് വരെ കേരളത്തിലെ കൂടുതൽ വന്യജീവി സങ്കേതങ്ങളിലെയും അതുപോലെ കാടിനുള്ളിലെ ഒരുപാട് യാത്രകളെക്കുറിച്ചും ആ യാത്രകളുടെ അനുഭവങ്ങളെക്കുറിച്ചുമാണ് പ്രാദേശിക സഞ്ചാരം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആയത് മുഴുവൻ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് ഷെയർ ചെയ്യാനും ഒക്കെ മടിക്കരുത്. വളരെ നല്ല രീതിയിൽ അതിന് വേണ്ട പിന്തുണ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.